പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അലീനയ്ക്കും പ്രശ്നയ്ക്കും ഞങ്ങൾക്ക് നൽകിയതിനും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിനും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോടുകൂടിയ നിർമ്മല നടപടി കണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. മുടി പിന്നുന്നതോ സ്വർണമണിയുന്നതോ മോടിയായി വസ്ത്രം ധരിക്കുന്നത് പോലും ബാഹ്യമായിരിക്കുന്നത് നിങ്ങളുടെ ഭൂഷണം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിന്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവരുടെ മക്കളായി ഭവിക്കും. മനുഷ്യനേകനായിരിക്കുന്നല്ല, അവൻ ഉചിതമായ ഇണയെ നൽകുമെന്ന് ഈശോ അരുളി ചെയ്ത തിരുവചനങ്ങളെ നമ്മൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യാം. നമുക്ക് ഇന്നേ ദിവസം നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് അലീനയ്ക്ക് ദൈവം നമുക്ക് നൽകിയ മകളെ ദൈവസ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും കഴിയുന്ന തരത്തിലൊക്കെ മാതാപിതാക്കളും സഹോദരനും തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ബന്ധുമിത്രങ്ങളും ഓരോരുത്തരും പരിശ്രമിച്ച് ദൈവസ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും വളർത്തുവാനായിട്ട്, ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തുവാനായിട്ട് പരിശ്രമിച്ച് വിവാഹമെന്ന കുരാശയിലേക്ക് ജീവിതത്തിന്റെ വലിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യമാണല്ലോ. ഉചിതമായ ഇണയെ നൽകുമെന്നുള്ള വാഗ്ദാനം അനുസരിച്ച് അവിടുന്ന് നൽകിയിട്ടുള്ള ജീവിത പങ്കാളിയെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ഏറ്റവും സ്നേഹപൂർവം ദൈവം നമുക്ക് നൽകിയ ഈ മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ ദൈവമാരാവന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഏകമായ ദൈവം ഈ മകളെ നമുക്ക് നൽകിയപ്പോൾ നമ്മളൊക്കെ നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളിലൂടെ ഈ മകളെ ദൈവസ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും വളർത്തുവാനായിട്ട് പരിശ്രമിച്ചു, സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും അഭിനന്ദനങ്ങൾ നൽകിയും തിരുത്തലുകൾ നൽകിയും ഒക്കെയായിട്ട് ഈശോയ്ക്ക് പ്രിയപ്പെട്ടവളായി വളർത്തുവാനായിട്ട് നമ്മുടെ ശ്രമങ്ങളെയൊക്കെ ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിച്ചതിനെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ ദൈവമാരാവനോട് ചേർന്ന് ഈ കാലം എത്രയും ഈ മകളെ വിവാഹത്തിലേക്ക് ഒരുക്കുന്നത് വരെയും നമുക്കൊക്കെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്തുകൊണ്ട് പരിശുദ്ധ ദൈവമാരാവനോട് ചേർന്ന് നമുക്ക് നന്ദി പറയാം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇനിയുള്ള ഒരുക്കങ്ങളെയും ശനിയാഴ്ചയിലത്തെ മനസ്സമ്മത കല്യാണത്തെയും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. അതിനെല്ലാ സജ്ജീകരണങ്ങളെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. കാനായിലെ കല്യാണ നാളിലെ സംഭവത്തില് മനുഷ്യന്റെ എല്ലാ പരിശ്രമങ്ങളും ഏറ്റവും മനോഹരമാക്കുവാനായിട്ട്, വിവാഹം ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും വീഞ്ഞിന്റെ പോരായിക അവിടെ പരിശുദ്ധ ദൈവമാതാവിന്റെ സാന്നിധ്യം വഴിയായിട്ടാണ് തിരിച്ചറിയപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മളെല്ലാ സജ്ജീകരണങ്ങളും നമ്മുടേതായ കാര്യങ്ങളില് നമ്മുടേതായ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തി ഇനിയും ഏതെങ്കിലും പോരായികള്, ഏതെങ്കിലും തരത്തിലുള്ള പോരായികളൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ മാധ്യസ്ഥ നൽകണമേ. ഈ വിവാഹ വീട്ടിലും എല്ലാ കർമ്മങ്ങളിലും പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും ഈശോയോടൊപ്പം ഉണ്ടാകണേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അലീന വ്യക്തിപരമായിട്ടും വിവാഹത്തിന് കഴിയുന്ന തരത്തിലൊക്കെ ഒരുങ്ങി പ്രാർത്ഥിച്ചും അതിനോട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചും കുമ്പസാരിച്ചും കുരാശകളൊക്കെ സ്വീകരിച്ചുകൊണ്ടും അങ്ങനെ ഒരുങ്ങിയ അലീനയുടെ ഭാഗത്തു നിന്നും ഇനിയും ഏതെങ്കിലും പോരായികളോ ഏതെങ്കിലും ഒരുക്കത്തിന്റെ കാര്യങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവമേ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ മാധ്യസ്ഥം നൽകിക്കൊണ്ട് ആ പോരായികളൊക്കെ സമൃദ്ധിയാക്കി തീർക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അവരുടെ കഴിവിന്റെ പരമാവധി നമുക്കറിയാം. ഡാഡിയും അമ്മയും സഹോദരനുമൊക്കെ ദൈവസ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടവളായി തീരുവാനായിട്ട് സ്വപ്നം കണ്ടതു മുതല്, ഉദരത്തിലായിരിക്കുമ്പോൾ മുതല്, സ്കൂളിൽ പഠിക്കുമ്പോൾ മുതല് എല്ലാ ഇടങ്ങളിലും സ്നേഹമായി, പ്രോത്സാഹനമായി, തിരുത്തലുകളായി, നിർദ്ദേശമായിട്ടൊക്കെ നിന്നുകൊണ്ട് കാണപ്പെടുന്ന ദൈവമായിട്ട് നിന്നുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളിലൂടെയും മകളെ കഴിയുന്ന തരത്തിലൊക്കെ വളർത്തി അത് ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ഇരുവരെയും സമർപ്പിച്ച് അനുജനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തലത്തട്ടപ്പനായ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. അവരുടെ പ്രത്യേക അനുഗ്രഹങ്ങളും പ്രത്യേക പ്രാർത്ഥനകളും എപ്പോഴും ഉണ്ട്. നമുക്ക് പ്രത്യേകം അവരുടെ കൈകളും അലീനയുടെ ശിരസിലുണ്ടെന്ന് നമുക്ക് ഓർത്തുകൊണ്ട് പ്രത്യേകം അവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മളെയൊക്കെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമുക്കെല്ലാവർക്കും അലീനയുടെ നേരെ നമ്മുടെ കരങ്ങൾ നീട്ടാം. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഈ മകളെ ദൈവസ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും വളർത്തുവാനായിട്ട്, പക്വതയിലേക്ക് വളർത്തുവാനായിട്ട്, വിവാഹമെന്ന കുരാശയിലേക്ക് ഉയർത്തുവാനായിട്ട് നമ്മളൊക്കെ ഉത്തരവാദിത്വമുള്ളവരായിരുന്നു. നമ്മുടേതായ തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി ഒക്കെ ഈ മകളെ നമ്മൾ അതിനായിട്ട് പരിശ്രമിച്ച് അനുഗ്രഹിച്ചു, നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. ദൈവമൊക്കെ നമുക്ക് അതിനായിട്ട് നൽകി ഉത്തരവാദിത്വ പ്രതിയും നിർവഹിക്കുവാനായിട്ട് സാധിച്ചതിന്റെ പ്രതിയും കൈകൾ അലീനയുടെ നേരെ നമുക്ക് നീട്ടിക്കൊണ്ട് ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്ന ജീവിത പങ്കാളി ഒരുമിച്ച് ആകാശമോക്ഷത്തിന് സാക്ഷ്യങ്ങളായ സ്വർഗ സമാനങ്ങളായ തിരുകുടുംബ സാദൃശ്യത്തിലുള്ള കുടുംബം പുലർത്തുവാനായിട്ട് ഈ മകൾക്ക് എന്തെല്ലാം വരങ്ങൾ വേണോ, കഴിവ് വേണോ, അതിനൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകം കൈകൾ നീട്ടി അലീനയുടെ നേരെ കൈകൾ നീട്ടി മൗനമായി ഈ മകൾക്ക് നൽകണേന്ന് നമുക്ക് പ്രത്യേകം
മാതാവിന്റെ മാധ്യസ്ഥം തേടി അല്പം മൗനമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു കുടുംബം പുലർത്തുവാനായിട്ട് വേണ്ട എല്ലാ കഴിവുകളും ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനോ നിർദ്ദേശിച്ചു കൊടുക്കുവാനോ മാതൃകയായിട്ട് നൽകാനോ പറ്റാത്തതായിട്ടുള്ളതുമായ വരങ്ങളൊക്കെ ഏറ്റവും സമ്പന്നമായി സമൃദ്ധമായി നൽകി ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാവുന്ന നല്ല കുടുംബത്തെ വാർത്തെടുക്കുവാൻ ഈ മകളെ അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങുന്ന ക്രിസ്റ്റോയെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട്, അവരുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, അതിന്റെ എല്ലാ ഒരുക്കങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ സംരക്ഷണം എല്ലായിടങ്ങളിലും സമൃദ്ധമായിട്ടുണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹം പ്രത്യേകം ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. നമുക്ക് പ്രത്യേകം എല്ലാം സമർപ്പിച്ച് പരിശുദ്ധ ദൈവമാരാവും ശിഷ്യന്മാരും ഈശോയോടൊപ്പം എപ്പോഴും ഈ ഭവനത്തില് ഈ കർമ്മങ്ങളിലൊക്കെ ക്രിസ്റ്റോയുടെ കുടുംബത്തിലും ഒക്കെ ഇവർ ഒരുമിച്ച് നയിക്കാൻ പോകുന്ന കുടുംബത്തില് ഈശോയും മാതാവും ശിഷ്യഗണവും ഒക്കെ ഒരുമിച്ചുണ്ടാകുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായവും അലീനയുടെ പേരിന്റെ പുണ്യവതിയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായവും ഈ മകളോടും എല്ലാ കർമ്മങ്ങളോടും നയിക്കാൻ പോകുന്ന കുടുംബ ജീവിതത്തോടും കൂടി ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അണിഞ്ഞൊരുങ്ങ് മംഗല കുങ്കുമണിഞ്ഞൊരുങ്ങ് മതിമുഖി മാലതി അണിഞ്ഞൊരുങ്ങ് മംഗല കുങ്കുമണിഞ്ഞൊരുങ്ങ് മിന്നി നിൽക്കൂ വിളക്കായി നീ പൂത്തു നിൽക്കൂ പൂനിലാവായി പ്രണയരാഗില മലരേ പ്രണയപരാഗില മലരേ ക്രിസ്ത്യൻ പാരമ്പര്യമനുസരിച്ച് നമ്മുടെ മധുരം വയ്ക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. വിവാഹ തലേന്നാണ് മധുരം വെപ്പ് ചടങ്ങ് സാധാരണയായി നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇന്നത്തെ മധുരം വെപ്പ് ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്റ്റാബിച്ചേട്ടന്റെയും ലിസി ചേച്ചിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ മനോഹരമായ രാവിന് അല്പം ഭംഗി കുറവ് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നലുണ്ടോ? രാവ് കുറച്ചൊന്ന് ഡിമ്മായ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയോ? തോന്നിയില്ലേ? എനിക്ക് തോന്നി. കാരണം ഈ മനോഹരമായ രാവിനേക്കാൾ സുന്ദരിയായിട്ടാണ് നമ്മുടെ അലീന ഇന്നിവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവ്
അല്പം ഡിമ്മായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്നത്തെ ഈ മധുരമെപ്പ് ചടങ്ങ് ഏറ്റവും മനോഹരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലീനയുടെ മാതാപിതാക്കളെ സ്ഥാപിച്ചേട്ടനെയും ലിസി ചേച്ചിയെയും ഒപ്പം അലീനയുടെ പൊന്നാങ്ങള നമ്മുടെ അലക്സിനെയും, എവിടെ കൂട്ടുകാരെ അലക്സിന്റെ കൈയടിക്കേ, സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുക. മഴത്തുള്ളികൾ മണ്ണിന് കുളിരേകുന്നത് പോലെ ക്രിസ്റ്റോയുടെ സ്നേഹത്തുള്ളികൾ അലീനയുടെ ജീവിതത്തിന് കുളിരേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിന് മുന്നായി, വിവാഹ തലേന്ന് നമ്മൾ മനസ്സമ്മത കല്യാണത്തിന് മുന്നായിട്ടാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ അലീനയ്ക്ക് മധുരം നൽകുന്നതിനായി നമ്മൾ പോവുകയാണ്. അതിനായിട്ട് സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ തറവാട്ടിലെ മൂത്ത ചേച്ചി, നമ്മുടെ വല്യപ്പൻ്റെ മോള് ലീന ചേച്ചിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ഡേവിസേട്ടനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പച്ചന് സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമോ? അമ്മച്ചിക്ക് പ്രാർത്ഥനയും അനുഗ്രഹവും ഈ നിമിഷം അലീനയ്ക്കുണ്ട്, എന്നും അലീനയുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് മധുരം വയ്ക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് പ്രവേശിക്കാം. അലീന ചേച്ചി അലീനയെ കുരിശു വരപ്പിച്ചുകൊണ്ട് നമ്മൾ മധുരം വയ്ക്കുന്നു. കൊടുക്കണോ? വേണ്ടേ? വേണ്ടാന്ന്. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. കേട്ടോ നിങ്ങള്? കൊടുക്കണ്ടേ? കേട്ടില്ല? ഒന്നും കൂടി ഉറക്കെ ചോദിക്കണം. ശബ്ദം പോരാന്നാണ് നമ്മുടെ ഓഡിയൻസ് പറയുന്നത്. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. കൊടുത്തോട്ടെ. ആ കല്യാണ നാളിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ അങ്ങനെ ശക്തമായ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. മധുരകരമായ ഈ അന്തരീക്ഷത്തിൽ ഈ മധുര വിഭവങ്ങൾ അലീനയുടെയും ക്രിസ്റ്റയുടെയും ജീവിതത്തിന് ഏറ്റവും ഉചിതമായ ധൈര്യമായി ഈശോയുടെ കൃപയായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ആദ്യത്തെ പേരക്കുട്ടിയുടെ വിവാഹ ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ ഏറെ ദിവസം പേരക്കുട്ടിക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. അപ്പൊ ഞാനത് ഇവിടെ വായിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അലീനയെയും ക്രിസ്റ്റോയെയും ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അലീനയുടെയും ക്രിസ്റ്റോയുടെയും രണ്ട് ഹൃദയങ്ങൾ ഒന്നാകുമ്പോൾ രണ്ട് കുടുംബങ്ങൾ ഒന്നു ചേരുന്നത് പോലെ കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹം പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവെ, വിവാഹത്തിനൊരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അലീനയും ക്രിസ്റ്റോയും അനുഭവിക്കുവാൻ പോകുന്ന ഈ മധുരഭോജ്യത്തെ ദയാപൂർവം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തുക്കൾ പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി
ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. ഇവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്നനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ദാമ്പത്യ ജീവിതത്തിനായി മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ഈ ദാസനെയും ദാസിയെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്നുമെന്നും അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മധുരമാക്കിയും സഹനങ്ങളെ സുഹൃതമാക്കിയും മാറ്റുവാനുള്ള കഴിവ് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നന്നായിട്ടൊന്ന് കൈയടിക്കാം. നമ്മുടെ അലീന ഇനി മണവാട്ടിയായി മാറാനായിട്ട് ഇനി അധിക ദിവസങ്ങളില്ല. വിവാഹത്തലേന്ന് നമ്മൾ മധുരം നൽകി അങ്ങനെ നമ്മുടെ അലീനയെ വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ സഹർഷം സ്വാഗതം ചെയ്തു കഴിഞ്ഞു. दो नैन सितारे है चांद सा मुखड़ा, क्या कहना उसका आफरीन। दावत में जैसे हो शाही टुकड़ा, उसके जैसी न कोई नाज़नीन। शाही जोड़ा पहन के आई जो बंधन के, वही तो मेरी स्वीट हार्ट है। शर्माई सी बगल में जो बैठी है दुल्हन के, वही तो मेरी स्वीट हार्ट है। शाही जोड़ा पहन के आई जो बंधन के, वही तो मेरी स्वीट हार्ट है। शर्माई सी बगल में जो बैठी है दुल्हन के, वही तो मेरी स्वीट हार्ट है। कैसे मैं कहूँ शुक्रिया, उसका मुझ पे एहसान है। ना चीजों की बस्ती में वो जो बन के आई मेहमान है। कैसे मैं कहूँ शुक्रिया, उसका मुझ पे एहसान है। ना चीजों की बस्ती में वो जो बन के आई मेहमान है। लगता है शादी घर में उसके आने से जैसे चल के आई है खुशकिस्मती। सारी महफिल की वो जान बनी है, क्या कहना उसका आफरीन। मुफलिस के दिल का अरमान बनी है, उसके जैसी न कोई नाज़नीन। शाही जोड़ा पहन के आई जो बंधन के, वही तो मेरी स्वीट हार्ट है। शर्माई सी बगल में जो बैठी है दुल्हन के, वही तो मेरी स्वीट हार्ट है। शाही जोड़ा पहन के आई जो बंधन के, वही तो मेरी स्वीट हार्ट है। शर्माई सी बगल में जो बैठी है दुल्हन के, वही तो मेरी स्वीट हार्ट है। बाबा जी बाबा क्या बात है, बाबा जी बाबा क्या बात है। ഹാർട്ട് ബീറ്റ് വാട്ട് ഐ ടെൽ യു വാട്ട് വേസ്റ്റ് കൊഞ്ചും കൂടെ സ്ലോലി പോകാമോ? ക്ലാസ് ചില്ലിങ് കാണവല്ല ഡ്രോപ്പ് ചെയ്താൽ
തടയില്ല നെഞ്ച നീ സ്ലോലി പോകാമോ മേത്ത മൊത്തം പടരണ പനി പോലെ പകരും ഡിസീസ് പ്രേമം അപ്പോ ചൊല്ലില്ലേ ഓ കാക്ക കൊത്തും കരളിന്റെ നടുക്കു ഞാൻ പടക്കുമ്പോ പാട്ട് വെക്കാൻ ടീച്ചർ ചൊല്ലില്ലേ നിന്നെ കരച്ചിലൊക്കെ പിന്നെ മനസ്സിലെ പൂക്കുട്ടി പടക്കങ്ങൾ അമരണേ കല്യാണം ബ്യൂട്ടിഫുൾ ഡേ ചോദ്യം പിന്നെന്തുണ്ടേ പുറയാകെ മൂടുന്നുണ്ട് മേളം ജനിക്ക ജന്നെ beautiful day പെർഫോമൻസ്. ഇനി നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. ഇന്നത്തെ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്ത് സർപ്രൈസാ നിങ്ങൾക്ക് വേണ്ടേ? എന്ത് വേണം? ഇത്തിരി ഉറക്കെ പറയണം. അലീനയുടെ മാത്രം
മതിയോ? പിന്നെ ആര് വേണം? കപ്പിൾ ഡാൻസ് വേണമെന്നോ? അപ്പൊ ഡബിൾ ഡാൻസ് വേണമെന്നാ പറയണത്. അലീനനെ ഒറ്റയ്ക്ക് ഡാൻസ് കളിപ്പിക്കാൻ ആർക്കും താല്പര്യമില്ല. പ്രിസ്റ്റോ കുഴപ്പമില്ലല്ലോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 2 സ്റ്റെപ്പ്. ഓക്കെ. അപ്പൊ പ്രിസ്റ്റോ എന്തായാലും എന്താ പറയാ, ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രിസ്റ്റോയും അലീനോയും കൂടി നമുക്ക് വേണ്ടി ഒരു പെർഫോമൻസ്. രണ്ടുപേരും നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രിസ്റ്റോ ആൻഡ് അലീന.
ട്രോഫീസ് ഉണ്ടല്ലേ മുട്ടി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വന്നു സിംഗന്തൻ സർക്കസ് ആരംഭം സകല കൊല്ല അഭ്യാസം സിറയിലെല്ലാം ആനന്ദം നടക്കപ്പോഴൻ ഭൂകമ്പം വെൽക്കം ടു മർലക്കിനർ ട്രോഫീസ് ഉണ്ടല്ലേ മുട്ടി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വന്നു സിംഗന്തൻ സർക്കസ് ആരംഭം സകല കൊല്ല അഭ്യാസം സിറയിലെല്ലാം ആനന്ദം നടക്കപ്പോഴൻ ഭൂകമ്പം പാടി പട്ടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പണ്ടിയ പട കേറി